കഴിഞ്ഞ ദിവസങ്ങളിലെ റിജു എന്നും പറഞ്ഞൊരു മോൻ സാക്ഷ്യം പറഞ്ഞു. റിജുവിൻ്റെ സാക്ഷ്യത്തിലുള്ള അപ്പം ഞാനിവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. റിജുവിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, റിജു അത് വലിയ സാക്ഷ്യമല്ല, പക്ഷേ അതിൻ്റെ പ്രോസസ്സിങ്ങിൽ അതൊരു പെക്യൂലിയർ സാക്ഷ്യമാണ്. ഉടമ്പടി പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിൽ അത് വലിയ മേജറായിട്ടുള്ള ഒരു വിഷയമല്ല. റിജു ഒരു വാഹന കച്ചവടക്കാരനാണ്. വാഹനം കച്ചവടം ചെയ്തതിൽ കൺസ്യൂമർ കോർട്ടിലൊരു കേസുണ്ടായി. വാഹനം വാങ്ങല്ലെങ്കിൽ കൺസ്യൂമർ കോർട്ടിൽ പുള്ളിക്ക് ഒരു 2,60,000 രൂപയുടെ നഷ്ടം വരുന്ന രീതിയിലുള്ള ഒരു പറ്റിപ്പ് പുള്ളിക്ക് കിട്ടി. പുള്ളി അത് കേസാക്കി, കൺസ്യൂമർ കോർട്ടിൽ കേസാക്കി കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ ആപ്പടെ 2,00,000 രൂപയാണ് ഇത് കിട്ടാൻ പോണത്. ഇത് കിട്ടിയാൽ തന്നെ റീഇംബേഴ്സ്മെൻറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി 2,60,000 രൂപയേ ഉള്ളൂ. അപ്പോൾ വക്കീലിനെ വെച്ച് കഴിഞ്ഞാൽ വക്കീലിന് തന്നെ 2,00,000 രൂപ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പുള്ളി വക്കീലിനെ വെച്ചില്ല, പുള്ളി തന്നെ വാദിക്കാതെ തുടങ്ങി. ആ വൈഫ് പറഞ്ഞ്, മാതാവാണ് വക്കീൽ, നിങ്ങൾ ഉടമ്പടി ഉപ്പും കൊണ്ട് കോടതിയിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അതാണ് വൈഫ് ഗൈഡ് ചെയ്യണം. അങ്ങനെയാണ്. എന്താണ്, നമുക്ക് വക്കീൽ വേണ്ട, നമുക്കിതിൽ നിന്ന് കോടതിയിൽ നിന്ന് കിട്ടിയാൽ പോലും 2,60,000 രൂപയെ കിട്ടത്തുള്ളൂ. അത് വക്കീൽ കൊണ്ടുപോയാൽ പിന്നെ നമ്മളെന്തിനാ കേസ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മാതാവാണ് നമ്മുടെ വക്കീൽ, മാതാവ് കോടതി വന്നോളൂ, നീ ഉപ്പും കൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പും കൊണ്ട് ഇയാൾ പോവുകയാണ്. അപ്പോൾ റിജുവിനൊരു ഗുണം ഇതാണ്, അയാൾ ചെറുപ്പക്കാരനാണ്, വൈഫ് പറഞ്ഞത് അനുസരിച്ച് ആ ഉപ്പും കൊണ്ട് പോവുകയാണ്. വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പും കൊണ്ട് പോകുമ്പോൾ എന്താ പ്രശ്നം? അതായത് ആ ഉപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടി വിശ്വസ്തതയുടെ അടയാളമാണ്. ഉപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഇരിക്കുന്ന ഉപ്പെന്ന് പറഞ്ഞാൽ ഉപ്പല്ലത്. ദൈവം നിങ്ങൾക്ക് ആ ജോസഫച്ചൻ ഉപ്പ് വെഞ്ചരിച്ച് തന്നെ, അങ്ങനെ പലയിടത്തും ഉപ്പ് വെഞ്ചരിച്ച് കൊടുക്കുന്നുണ്ട്. അതല്ല ഉപ്പ്, ഉടമ്പടിയിലെ ഉപ്പ് നമ്മുടെ വിശ്വസ്തതയുടെ അടയാളമാണ്. ശ്രുതിക്കട്ടെ മക്കളെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 സംഖ്യാപുസ്തകം 18:19 എടുത്ത്, സംഖ്യ 18:19. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം കർത്താവിന് നിരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. അപ്പോൾ ഉടമ്പടി ഉപ്പ് നീരാജ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവണ ഉടമ്പടി, ഉപ്പ് തളിച്ചതെന്ന് അർത്ഥം. അതിൻ്റെ അർത്ഥം ഉപ്പ് തളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? നിനക്കും ദൈവത്തിനും തമ്മിൽ ഇത് ശാശ്വതമായ ഉടമ്പടിയായിരിക്കും. അതായത് വിശ്വസ്തതയാണ് അവിടുത്തെ സബ്ജക്റ്റ്. അപ്പം നമ്മൾ ഉപ്പ് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഐ ആം ഫിഡേൽ ടു ദി കവനൻ്റ് എന്നതിൻ്റെ അർത്ഥം. ഞാൻ എൻ്റെ ദൈവവുമായിട്ട് ഉടമ്പടി വിശ്വസ്തതയാണ്. അത്രയും ഭയങ്കര ആഴമായ പ്രതീകങ്ങളാണ് ഉള്ളത്. പിന്നെ അല്ല, വേറെ ഉപ്പ് ഭയങ്കര സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾക്കൊക്കെ ഇതില്ലാത്തതെന്തറിയാമോ? നിങ്ങൾ ഈ നൊവേനപ്പാട്ടിൽ നിന്നും പല അച്ഛന്മാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പിശാചിപ്പിടുത്തക്കാരൊക്കെ എല്ലാവരും ഉപ്പ് വെഞ്ചിട്ട് കൊടുക്കണില്ലേ? അതുപോലെ എന്തോ സംഭവമാണെന്ന് ഇത് വിചാരിക്കണേ. ദിസ് ഇസ് നോട്ട് ദൈ ടിക്കറ്റ്. ഇത് ഉടമ്പടിയുടെ ഘടകമാണ്, അവിഭാജ്യ ഘടകമാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതിൻ്റെ ഉദ്ദേശം നമ്മളെടുത്തേ, അതായത് കർത്താവാണ് എൻ്റെ അവകാശം. ലേവ്യർ 2:13 എടുത്തേ. ലേവ്യർ 2:13. ലേവ്യർ 2:13. ലേവ്യർ 2:13. ധാന്യബലിയിൽ നിന്ന് നിന്റെ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഉപ്പ് നീക്കിക്കളയരുത്. എല്ലാ ധാന്യബലിയോടും കൂടെ ഉപ്പ് സമർപ്പിക്കണം. അപ്പൊ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാന്യബലികളുടെ കൂടെ ഉപ്പ് സമർപ്പിക്കുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തെയും വിശ്വസ്തതയുടെയും സമർപ്പണമാണ് അവിടെ വരുന്നത്. 18:20 എടുത്ത് ശ്രുതികട. ഹല്ലേലൂയ, സംഖ്യ 18:20. സംഖ്യ 18:20.
കർത്താവ് അഹ്റോനോട് അരുളി ചെയ്തു, ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും. ഇതിന്റെ വിഷയം എന്ന് പറയണത്, ഈ അഹ്റോൻ ലേവ്യ പുരോഹിതനാണ്. ലേവയർ എന്ന് പറഞ്ഞ ഒരു ഗോത്രമാണ്. മോസസ് 12 വാഗ്ദാന നാട് പ്രാപിച്ചതിന് ശേഷം മോസസ് ഇവർക്ക് വാഗ്ദാന നാട് പ്രാപിക്കാൻ മോസസ് ഇല്ലായിരുന്നു. അതിന് മുമ്പ് തന്നെ പ്രാപിക്കുമെന്നായപ്പോൾ ഇവർക്കിത് വിഭജിച്ച് കൊടുക്കുന്നുണ്ട്. ജോഷുവാണ് അത് എക്സിക്യൂട്ട് ചെയ്യണത്. അപ്പോൾ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മനാസയ്ക്കും ബെഞ്ചമിൻ ഗോത്രത്തിനും യൂദയ ഗോത്രത്തിനൊക്കെ പ്രത്യേകം ലാൻഡ് കൊടുക്കും. പക്ഷേ ഇവർക്ക് ലേവ്യർക്ക് കൊടുക്കത്തില്ല. ലേവ്യ ആരാണ്? വാഗ്ദാന പേടകത്തിലെ ശുശ്രൂഷകരാണ് ലേവ്യർ, പുരോഹിത വർഗമാണ്. അപ്പോൾ അവർ പറയും, നിങ്ങൾക്ക് ലാൻഡ് ഇല്ലെന്ന് പറയും, നിങ്ങൾക്ക് അവകാശമില്ലെന്ന് പറയും. എന്താ കാര്യം? ഞാനാണ് നിങ്ങളുടെ. അതൊരു ഭയങ്കര സംഭവമാണ്. ദൈവമാണ് അവകാശമെന്ന്. എന്നിട്ട് നമുക്ക് ക്യാഷ് ആൻഡ് കൈൻഡ് അല്ലേ നമ്മൾ ദൈവത്തോട് അനുഗ്രഹമല്ലേ ചോദിക്കണത്. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിരിപ്പ് എന്താ? ക്യാഷ് ആൻഡ് കൈൻഡ് അല്ല നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടത്, എൻ്റെ അനുഗ്രഹങ്ങളല്ല. നിങ്ങൾ എന്താ ചോദിക്കേണ്ടത്? എന്നെ ചോദിക്കണമെന്ന്. ഞാനാണ് നിങ്ങളുടെ അവകാശമെന്ന്. അങ്ങനത്തെ കാര്യം ഈ ഉപ്പ് തളിച്ചിട്ടുള്ളത് ലേവ്യ പുരോഹിതന്മാരുടെ അവിടെ കാടിനെ ബലിയർപ്പിക്കുമ്പോഴൊക്കെ, കാളകളെ ബലിയർപ്പിക്കുമ്പോൾ തുടകളിലൊക്കെ നെഞ്ചും ഭാഗത്തൊക്കെ ഉപ്പ് തളിക്കും. ആ ഉപ്പ് തളിച്ചത് ആരാണ്? ദൈവത്തിൻ്റെതാണ്. അത് അഹ്റോനും ഉള്ളതാണ്. അവരതുകൊണ്ട് ജീവിക്കണം. പിന്നെ ദേവാലയത്തിൻ്റെ ഓഹരി കൊണ്ട് ജീവിക്കണം. ദേവാലയത്തിൻ്റെ ഓഹരി കൊണ്ടാണ് ഈ അഹ്റോനും കുടുംബവും ലേവ്യ ഗോത്രങ്ങളും ജീവിക്കേണ്ടത്, പുരോഹിത ജോലി ചെയ്തുകൊണ്ട്. അവരുടെ ഓഹരി ആരാണ്? കർത്താവാണ്. അപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹത്തെക്കാൾ ഉപരി കർത്താവ് തന്നെയാണ് അവകാശം. അതാണ് ഈ പറയണത് സംഖ്യ 18:20 എന്താ പറയണത്? ഞാനാണ് നിൻ്റെ അവകാശം. ഉടമ്പടിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വീട്, ജോലി, വിവാഹമൊക്കെ ചോദിച്ചോ, അത് അനുഗ്രഹത്തിൻ്റെ ആദ്യ ലെവലാണ്. 2ാം ലെവലുണ്ട്. എന്താണ്? അനുഗ്രഹത്തെ ദാതാവ് തന്നെ, ദൈവത്തെ തന്നെ. ഉടമ്പടി അതുകൊണ്ടാണ് മോസസിനോട് ജോഷുവോട് പറയണത്, ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ ഏത് കാട്ടിപ്പോയാലും കടലിൽ മുങ്ങിയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും, നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. നിന്നെ മുങ്ങാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന്. നിന്നെ മുങ്ങാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം, നീ സമുദ്രത്തിലൂടെ നടക്കും, സമുദ്രം നിന്നെ വിഴുങ്ങത്തില്ല, വിഴുങ്ങാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ ഐസയ 43:2. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ആരാധന. യേശയ്യ 43:2. വായിച്ചോളൂ. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് റെനീഷ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കട്ടയ്ക്കോട് ഇടവകയിലെ സെൻറ്റ് ആൻ്റണീസ് ഫെറോന ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്ക് 0 മെരിറ്റാണ്. പക്ഷേ എൻ്റെ മാതാവിൻ്റെ ഒരു ഗ്രേസ് കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനകളുകൊണ്ടും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ ഇന്ന് വരാൻ പറ്റിയത് തന്നെ. ഈ ആൾത്താരെ നിൽക്കുമ്പോൾ തന്നെ ഇന്ന് എൻ്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് ഇവിടെ ജസ്റ്റ് ഉടമ്പടി എന്താണെന്ന് അറിഞ്ഞുകൂടാ, വേറെ ഒന്നും അറിയില്ല, കൂടുതലൊന്നും അറിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓരോരുത്തരെയും വാക്ക് കേട്ടുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകാം, അല്ലെങ്കിൽ വേറെ ഇവിടെ വരുന്നവർക്കെല്ലാം എന്തോ ഒരു അനുഗ്രഹം കിട്ടുന്നു എന്നുള്ള ആ ഒരു ഇത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ ആദ്യമായി വന്നത്. പക്ഷേ വന്നു കഴിഞ്ഞിട്ട് ഞാനും എല്ലാവരെയും പോലെ കാണിക്കേട്ടു, പ്രാർത്ഥിച്ചു, അങ്ങ് പോയി.
പിന്നെ അത് 2024 ഓഗസ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. പിന്നെ അടുത്ത് വന്നിട്ട് 1 മാസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയിട്ടും എനിക്ക് എന്തൊക്കെയോ ഇങ്ങനെ, ഞാൻ ഇവിടെയുള്ള പല സാക്ഷ്യ വീഡിയോകളും കാണുമായിരുന്നു. അപ്പോഴും നോക്കുമ്പം ഓരോരുത്തർക്കും അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ സമയ ചുരുക്കം കൊണ്ട് അവർക്ക് പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നു. ഞാൻ ഒരു ബിടെക് കഴിഞ്ഞ ആളാണ്, എന്നിട്ട് ഞാൻ ഈ ഒരിടവും എത്തിയില്ല. എൻ്റെ കൂടെയുള്ളവരെല്ലാം നല്ല ജോലി, നല്ല കുടുംബം, ബാക്കി കാര്യങ്ങളെല്ലാം ആയിട്ട് പോയിട്ട് പോലും ഞാൻ ഇപ്പോഴും സീറോയിൽ തന്നെ നിൽക്കുന്നതായിരുന്നു. പക്ഷേ ഇന്ന് എനിക്കിവിടെ അഭിമാനത്തോടെ നിൽക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒരു സർക്കാർ ജോലിയാണ്. അത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റായിട്ട് ഞാൻ അതാ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് ഇത് 14-ാം തീയതിയാണ് ഈ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ ലഭിക്കുന്നത്. എൻ്റെ മാതാവിന് 1000 നന്ദി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പബ്ലിക്കിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതെൻ്റെ മാതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 6/9/2024. അന്ന് ഞാൻ ഉടമ്പടി എടുത്ത് 4 പ്രാവശ്യം പുതുക്കി. പക്ഷേ പുതുക്കിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഈ കാശ് രൂപമുണ്ട്. ഞാൻ എവിടെ പോയാലും ഈ ഒരു കാശ് രൂപം ഞാൻ കൂടെ കൊണ്ടു നടക്കും. എൻ്റെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലായാലും, എനിക്ക് വിഷമം വരുമ്പോഴായാലും, എനിക്ക് എന്തൊരു സാഹചര്യം ഉണ്ടായാലും ഈ ഒരു കാശ് രൂപം മാത്രമാണ് എൻ്റെ കൂടെ ഉള്ളത്. എന്ന് പറയുമ്പം ആരെന്ത് പറഞ്ഞാലും എനിക്ക് പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. കാരണം എൻ്റെ പപ്പ മരിച്ചിട്ട് 18 വർഷത്തിൽ കൂടുതലായി. എനിക്ക് ഞാൻ ബിടെക്കിന് ചേർന്നപ്പോഴേ എല്ലാവരും അവനെക്കൊണ്ട് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ്, ഓരോന്ന് പറഞ്ഞ് എല്ലാവരും ബാക്കിലോട്ടാക്കാനേ നോക്കിയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഈ ജോലി ആരും പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്ക് ഒരു ജോലി മാത്രമല്ല, എൻ്റെ വീടിൻ്റെ കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് എനിക്ക് ഒരുപാട് ജോലി, പല വേഷങ്ങളും കെട്ടേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്നെനിക്ക് ഈ ഒരു ജോലി കിട്ടുമ്പം അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ 4 പുതുക്കൾ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എപ്പോഴും എൻ്റെ ഈ കാശ് രൂപം കൂടെ കാണും. ഞാൻ നിലവിൽ ഊബർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് അവിടെ നിന്ന് 3-4 മാസത്തെ ശമ്പളം തരാതിരുന്നു. പിന്നെ എനിക്ക് എഡ്യൂക്കേഷൻ ലോണ് കാര്യങ്ങളെല്ലാം അടയ്ക്കാനുള്ളത് കൊണ്ടും എനിക്ക് എൻ്റെ സാമ്പത്തിക നില അത്രയ്ക്ക് ഇത്തിരി പ്രശ്നമായതുകൊണ്ടും പിന്നെ ഞാൻ മുത്തൂറ്റിൻ ഒരു പ്രൈവറ്റ് ബാങ്കിൽ കോൺട്രാക്റ്റ് വർക്ക് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരിക്കലൊരു സൈറ്റിൽ നിന്ന് വീഴ്ച ഉണ്ടാകുന്നു. പിന്നെ എൻ്റെ കൈ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോലും വയ്യാത്തൊരു സാഹചര്യം ആയിരുന്നു. എന്നിട്ടും ഞാൻ ഇവിടെ ആകപ്പാട് ചെയ്തത് മാതാവിൻ്റെ ആ ഒരു തൈലം, അത് മാത്രമാണ് ഞാൻ മരുന്നായിട്ട് ഇന്ന് ഈ നിമിഷം വരെ ഞാൻ പുരട്ടിയിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു തൈലം കൊണ്ട് മാത്രമാണ് എൻ്റെ കൈ ശരിയായത്. പിന്നെ ആ ഒരു സാഹചര്യത്തിൽ പോലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ ഒരു കാശ് രൂപമാണ്. എന്നിട്ടും പിന്നെ 2-3 മാസം ഞാൻ ഇങ്ങനെ റെസ്റ്റിലായിരുന്നു. പിന്നെ എനിക്ക് അടുത്ത് എന്തോന്ന് ചെയ്യണം, എനിക്ക് ജോലി എപ്പോൾ കിട്ടും അന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അങ്ങനെയാണ് ഞാനിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ കൂടെ ഉള്ള 1-2 പേരിങ്ങനെ പറഞ്ഞു ഇപ്പം തൽക്കാലം ഒരു അപ്പോയിൻമെൻ്റ് ആവുന്നത് ഒരു ഊബറോ അങ്ങനെ എന്തെങ്കിലും നോക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പിന്നെ അതിലോട്ട് പോയി. എന്നാൽ പോലും എനിക്കിവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു വല്ലാത്ത ഒരിതാണ്. കാരണം ഒരു വല്ലാത്ത സാഹചര്യത്തിൽ കൂടെയാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പോണത്. ആദ്യത്തെ പ്രാവശ്യം എൻ്റെ കാശ് രൂപം നഷ്ടമായി. ഞാൻ അന്ന് വീട്ടിൽ 11:30-11:45 ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ ആ ഒരു രാത്രി തിരുവനന്തപുരം സിറ്റിയിലെ അടച്ചു കിടന്ന പെട്രോൾ പമ്പിൽ വരെ ഞാൻ പോയിട്ട് ഞാൻ അവരോട് ആ സെക്യൂരിറ്റിയോട് പറഞ്ഞു, ചേട്ടാ എനിക്കതൊന്ന് തുറന്നു തരുമോ, എൻ്റെ ഒരു കാശ് രൂപം എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോഴയാൾക്ക് കാശ് രൂപം എന്താണെന്ന് അറിഞ്ഞൂടെ. കാരണം അയാളൊരു അക്രൈസ്തവനാണ്. അയാൾ കാശ് രൂപം എന്താണ്, കൃപാസനം എന്താണ്, അങ്ങനെ ആ ഒരാളുടെ മുമ്പിൽ ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റിയ ചിലപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കാം. അയാൾക്കും അയാളുടെ സാഹചര്യവും കുറേ അയാളുടെ വിഷമതകളും കാര്യങ്ങളും എൻ്റെ കൂടെ പറഞ്ഞു. അയാളും ഇത് എവിടെയാണ്, എങ്ങനെയാണ്, ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും പറ്റി. പക്ഷേ ഞാൻ ഫുള്ള് എൻ്റെ വണ്ടിയും വീടും പരിസരവും ഞാൻ അന്ന് എവിടെയൊക്കെ പോയോ ഈ കാശ് രൂപം, എൻ്റെ കയ്യിലുള്ള ഈ കാശ് രൂപം ഞാൻ അന്വേഷിച്ചു, കിട്ടിയില്ല. എന്നിട്ടും ഞാൻ അന്ന് പിറ്റേന്ന് ഉള്ള ഏറനാടിന് രാവിലെ ആ ഒരു ട്രെയിനിന് വീണ്ടും ഞാൻ അന്ന് രാത്രി ഈ കാശ് രൂപം അന്വേഷിച്ചിട്ട് ഫുള്ള് കിട്ടാതെ വന്നു. 12-12:30 വീട്ടിലെത്തി. എന്നിട്ട് ഞാൻ രാവിലെ വെളുപ്പാങ്കാലത്ത് ആ 3-3:30 ഏറനാടിന് രാവിലെ ഇവിടെ കൃപാസനത്ത് വന്നിട്ട് ഇവിടെ ഒന്ന് അന്വേഷിച്ചു. എൻ്റെ കാശ് രൂപം നഷ്ടമായി, എനിക്കിനി എങ്ങനെ കിട്ടും. ഇവിടെ നിന്ന് പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞു പുതിയ ഉടമ്പടി എടുക്കേണ്ടി വരും.
ഞാൻ എന്നാലും എനിക്ക് ആ പഴയതിൻ്റെ ആ ഒരു ഇത് കിട്ടൂലല്ലോ പുതിയത് വന്നാലും. പക്ഷേ എൻ്റെ മാതാവിൻ്റെ ഇതുകൊണ്ട് അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയി. പിറ്റേന്ന് ഞാൻ നോക്കിയപ്പം എൻ്റെ അവിടെ കംപ്ലീറ്റ് ഞാൻ അരിച്ചതാണ്. ഈ രൂപം വണ്ടിയുടെ സീറ്റിൻ്റെ മുകളിലിരിക്കുന്നു. അതെങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കളഞ്ഞുപോയ കാശുരൂപം വന്നത്. പിന്നെ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും ഈ മാതാവിൻ്റെ കൃപയില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇവിടെ നിൽക്കാൻ പറ്റൂല. കാരണം ആ ഒരു വല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയാണ് എൻ്റെ ലൈഫ് എപ്പോഴും കടന്നു പോയിട്ടുള്ളത്. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ഇപ്പം എൻ്റെ ആ ഒരു തൊഴിൽ സാഹചര്യം വെച്ചിട്ട് ഞാൻ എൻ്റെ ഇപ്പം വണ്ടിയിൽ വരുന്നവരോട് ഇങ്ങനെ ക്യാൻസർ പേഷ്യൻ്റ് അല്ലെങ്കിൽ രോഗികൾ, പാവപ്പെട്ട അങ്ങനെ ഉള്ള ആൾക്കാർ കാണും. അവരുടെ നിന്ന് അങ്ങനെ കാശ് വാങ്ങിക്കാറില്ല. പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ഓരോന്നിങ്ങനെ സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അടുത്ത പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം ഇവിടെയുള്ള കൃപാസന പത്രം, അത് ഞാനാണെങ്കിൽ എൻ്റെ വണ്ടിയിൽ കയറുന്നവരായാലും ഇപ്പം RCCയുടെ ആ ഒരു പരിസരത്തായാലും കൂടുതലും ഞാൻ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ അവർക്കിങ്ങനെ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്തിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. പിന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് ഇങ്ങനെ ഫുഡ് വാങ്ങി കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ വീട്ടിലന്ന് ഞാൻ എപ്പോൾ ഇറങ്ങിയാലും ഞാൻ ആ തൈലോടുത്ത് കുരിശ് വരയ്ക്കാതെ ഞാൻ ഇറങ്ങൂല, എവിടെയും പോവില്ല. അതേപോലെ തന്നെ രാത്രി ആയാലും ഡെയിലി ഒരു കൊന്തെങ്കിലും ചൊല്ലാതെ ഇന്നേ വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. കുർബാനകൾ എനിക്ക് ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെ പോകാൻ പറ്റാറില്ല. പിന്നെ ഒരു ഞായറാഴ്ച വരെയും ഈ നിമിഷം വരെ എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് മുടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. സീറോ മെരിറ്റായി എന്നെ ഈ ഒരു ഇതിൽ ഇത്ര എത്തിച്ചത് എൻ്റെ പരിശുദ്ധ അമ്മയാണ്. അടുത്ത ഞാൻ രണ്ടാമത്തെ പുതുക്കലിന് ശേഷമാണ് ഇവിടെ ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. കാരണം ഞാൻ PSCയുടെ 20ഓളം ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. എന്നിട്ടും കോഴിക്കോട് LD വന്നിട്ടും ഒന്നിലും ഞാൻ അങ്ങനെ എനിക്ക് അവസരം കിട്ടിയില്ല. ഒരു എക്സാം വന്നിട്ട് എനിക്ക് 6ാമത്തെ റാങ്ക് വരെ കിട്ടി. എന്നിട്ടും ഞാൻ കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയായിരുന്നു. എൻ്റെ പേരിൽ ആ ഒരു സ്ഥാപനത്തിൽ 6ാമത്തെ റാങ്ക് എന്ന് പറഞ്ഞ ഒരു ഫ്ലെക്സ് വരെ വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പം അത് നോക്കിക്കൊണ്ട് പോകാനുള്ള ആ ഒരു ഇത് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. ഇന്നേ വരെ എനിക്ക് ആ ഒരു സർവീസിൽ കയറാൻ പറ്റിയിട്ടില്ല. അത് ദൈവം അച്ഛൻ വഴി എന്നെ ഇവിടെ എത്തിച്ചു. രണ്ടാമത്തെ പുതുക്കലിന് വന്നതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ അച്ഛനെ കാണാൻ വരുന്നത്. അച്ഛനെ കണ്ട് അച്ഛൻ എൻ്റെ തോളി തട്ടിയിട്ട് പറഞ്ഞു, അടുത്ത ഉടനെ അപ്പോയിൻമെൻറ്റ് ലഭിക്കും, ആ ഒരു സമയത്ത് ഉടനെ തന്നെ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ ജോയിൻ ചെയ്യണതിന് മുന്നേ തന്നെ എനിക്ക് ഈ ഒരു ലെറ്ററുമായിട്ട് ഇവിടെ വരാൻ പറ്റിയതിനും എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ മാതാവ് ഉണ്ടായിരുന്നതിനും എല്ലാവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി. ആദ്യം തന്നെ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി, സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. എൻ്റെ പേര് സബീന. ഇതെൻ്റെ മോൻ ആദി. പത്തനംതിട്ട ജില്ല അടൂർ ഏഴംകുളം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാനിവിടെ 2022 8/4/2022 ഉടമ്പടി എടുത്തു. 2023 ആദ്യ സാക്ഷ്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ അടുത്ത സാക്ഷ്യം പറയാനായി ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എനിക്ക് എൻ്റെ വീട് പണി 2011 മുടങ്ങിക്കിടന്നതായിരുന്നു. ഇത്രയും നാളായിട്ടും എൻ്റെ വീടിൻ്റെ പണി നടക്കുകയായിട്ട് ഞാൻ അതുവഴി പോയാൽ പോലും ആ വീട്ടിലോട്ട് കയറുക പോലും ചെയ്യാത്ത ഞാൻ അമ്മ മാതാവിൻ്റെ മുന്നിൽ വന്ന് ഉടമ്പടിയിൽ ഞാൻ സാക്ഷ്യം പറയാവുന്ന നിയോഗം വെച്ചിരുന്നു. അതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മ 2024 സെപ്റ്റംബറിൽ തന്നെ എൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിച്ചു. സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ തിരുനാൾ തീരുന്നതിൻ്റെ ദിവസം ഞാൻ എൻ്റെ ഭവനത്തിൽ പാല് കാച്ചി അതിൽ താമസമായി. രണ്ടാമത് 10 വർഷം കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ രോഗത്തിന് ഒരു സൗഖ്യം കിട്ടാത്തതിന് ദിവസം കരച്ചിലായി ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങും. 8 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് 8ൻ്റെ അന്ന് ഡോക്ടർ പറയും ആംബുലൻസിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തിരുവനന്തപുരത്ത് പോകുമായിരുന്നു. അതിലൊന്നിലും എനിക്കൊരു സൗഖ്യം കിട്ടിയില്ല. കുഞ്ഞിന് 1 വയസ്സായപ്പോൾ നട്ടല് കിഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഞാനത്
ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോഴും ഡോക്ടർ പറയുമായിരുന്നു അത് ചെയ്യാതെ കുഞ്ഞിൻ്റെ രോഗം എന്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, തലച്ചോറിൽ അണുബാധയായിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ അപ്പോഴും മാതാവിൽ വിശ്വസിച്ചു ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ഞാനിതൊന്നും ചെയ്യാൻ പോകുന്നില്ല, എന്തുവെന്ന് വെച്ചാൽ അമ്മ തന്നെ നോക്കിക്കൊള്ളണം, എൻ്റെ കുഞ്ഞിൻ്റെ രോഗം എന്തുവായാലും പരിശുദ്ധ അമ്മ എടുത്ത് മാറ്റിത്തരണം. അമ്മയുടെ ഉപ്പും തേനും തൈലവും എല്ലാം ഞാൻ എൻ്റെ കുഞ്ഞിന് തേക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം ജോലിക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞ് ഫ്രിഡ്ജിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് മാത്രം ഞാൻ കണ്ടു. എൻ്റെ കുഞ്ഞ് പെട്ടെന്ന് തലകറങ്ങി വീണു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു തിരുവനന്തപുരത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഫിക്സ് ആയിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഡേറ്റ് തന്നു EG ചെയ്യാനായിട്ടുള്ളത്. ഞങ്ങൾ ആ ഡേറ്റിന് ഹോസ്പിറ്റലിൽ പോയി EG ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. കുഞ്ഞിന് അവർ മരുന്ന് കൊടുത്തിട്ടും കുഞ്ഞ് മയങ്ങുന്നില്ല. 2-3 തവണ കുഞ്ഞിന് മരുന്ന് കൊടുത്തു. എന്നിട്ടും കുഞ്ഞ് മയങ്ങാതായപ്പോൾ അവർ അടുത്ത ഡേറ്റ് തന്നു. കുഞ്ഞ് എന്തോ ഭയങ്കര മദ്യം വെച്ച് എന്തോ കാണിക്കുന്ന രീതിയിൽ എൻ്റെ കുഞ്ഞായിപ്പോയി. ഞങ്ങൾ പേടിച്ചു പോയി. അപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിപ്പോയി, എന്തോ കുഞ്ഞിങ്ങനെ കാണിക്കുന്ന. ഡോക്ടർ പറഞ്ഞു ആ മരുന്നിൻ്റെ അഡിക്റ്റാ, അത് കുഴപ്പമില്ല മാറിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ഡേറ്റിന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി EG ചെയ്തു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം ചൊല്ലിക്കൊണ്ട് ഞാൻ അകത്തേ ഇരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഫിക്സ് ഒന്നുമില്ല, നിങ്ങൾ ഇനി ഹോസ്പിറ്റലിൽ വരികയോ വേണ്ട, തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എൻ്റെ കുഞ്ഞിന് ഒരു മരുന്നാട്ടം ഒന്നും കൊടുക്കുന്നില്ല. അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ദിവസവും ജപമാല ചൊല്ലി ഞാൻ എൻ്റെ കുഞ്ഞിന് തൈലവും ഉപ്പും തേനും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കുഞ്ഞിന് ഒരു പ്രശ്നമില്ല, ഒരു പനി പോലും വരുത്തതേയില്ല. പിന്നെ അടുത്തതായിട്ട് എൻ്റെ പ്രമാണം മഹേന്ദ്രയിലായിരുന്നു. എനിക്കത് എടുക്കാൻ ഒരു മാർഗ്ഗമില്ലായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞപ്പോൾ അത് മുടങ്ങിപ്പോയി. പിന്നെ ആ ദേശത്തോട്ട് ഞാൻ തിരിഞ്ഞു പോലും നോക്കാറില്ലായിരുന്നു. അടയ്ക്കാൻ അവർ കുറേ തവണ വന്ന് പറഞ്ഞിട്ടും എനിക്ക് അടയ്ക്കാൻ തോന്നുന്നതുമില്ല, അടയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി. അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് ആ ഹോസ്പിറ്റലിലെല്ലാം കയറി ഇറങ്ങി എനിക്ക് അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ അവർ നോട്ടീസ് ഒട്ടിക്കാൻ വന്നു. ഞാൻ അത് പാല് കാച്ചുന്നതിൻ്റെ ആ സമയമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പാല് കാച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് പൈസ അടച്ചോളാം എന്ന് പറഞ്ഞു. എന്നിട്ടും എനിക്ക് അടയ്ക്കാൻ പറ്റിയില്ല. രണ്ടാമത് ഞങ്ങൾ അഖണ്ഡ ജപമാലയ്ക്ക് പോകുന്നുണ്ട്. തൊടുവക്കാട് അഖണ്ഡ ജപമാല ഗ്രൂപ്പിലാണ് ഞങ്ങൾ പോകുന്നത്. എൻ്റെ എല്ലാ കാര്യത്തിനും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന മായ ആൻറ്റിയും രാജു പപ്പായുമാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് ഷെയർ ചെയ്യും. അവരെനിക്ക് എല്ലാത്തിലും മറുപടി തരികയും എന്നോട് അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിന് നല്ല ആശ്വാസമാണ്. എനിക്ക് ഏതൊരവസ്ഥ വന്നാലും ഞാനെല്ലാം എൻ്റെ മായ ആൻറ്റിയോടാണ് വിളിച്ചു പറയുന്നത്. എനിക്ക് ആദ്യം ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് തിരുക്കുമാരനോട് പറഞ്ഞു കഴിഞ്ഞ് അമ്മയുടെ അടുക്കെ മുട്ടുകുത്തി നിന്ന് ഞാൻ മായാൻറ്റിയെ വിളിക്കും. അപ്പം മായാൻറ്റി എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ അടുക്ക് പ്രാർത്ഥനാ റൂമിൽ കയറിയിട്ട് പറയും ഇന്ന കാര്യങ്ങൾ ചെയ്യുക, ഇന്ന വചനം പറഞ്ഞു തരും. അതനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ അമ്മ മാതാവ് എൻ്റെ എല്ലാ കാര്യത്തിലും പരിഹാരം തരുന്നുണ്ട്. പിന്നെ ഞാൻ അഖണ്ഡ ജപമാലയ്ക്ക് പിറ്റേ മാസം പോയപ്പോൾ ഞാൻ അവിടെ ജപമാലയിൽ ഞാൻ വെച്ചിരുന്ന നിയോഗം, മാതാവേ എനിക്ക് എൻ്റെ പ്രമാണം എടുക്കണം, അവർ 8 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ 2.5 ലക്ഷം രൂപ എടുത്തിട്ടുള്ളൂ. പക്ഷേ അവരെന്നോട് പറയുന്നത് 8 ലക്ഷം രൂപ ഞാൻ അടയ്ക്കണമെന്ന്. എന്നെക്കൊണ്ട് നിവർത്തിയില്ല 8 ലക്ഷം രൂപ അടയ്ക്കാൻ. അമ്മ എന്തുവാന്ന് വെച്ചാൽ നോക്കണം. അവർ നിർബന്ധത്തോടെ എന്നോട് പറഞ്ഞു 8 ലക്ഷം രൂപ അടച്ചേ പറ്റുമെന്ന്. പക്ഷേ ഞാൻ ജപമാലയ്ക്ക് പോയിട്ട് വന്നു. പിറ്റേ ദിവസം അവരെന്നെ വിളിച്ച് പറയുന്നു 8 ലക്ഷം രൂപ വെറും 2 ലക്ഷം രൂപയാക്കി എനിക്ക് തന്നു. ഞാൻ എൻ്റെ പ്രമാണം എടുത്തു. എനിക്ക് എൻ്റെ മാതാവ് എനിക്ക് ഈ 10 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് നടക്കാത്ത കാര്യം എൻ്റെ അമ്മ എനിക്ക് 2 ലക്ഷം രൂപയാക്കി. എനിക്ക് 2.5 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തെടുത്ത് 8 ലക്ഷം രൂപ അവർ പലിശ ഉൾപ്പെടെയാക്കി വെച്ചിട്ട് വെറും 2 ലക്ഷം രൂപയ്ക്ക് എൻ്റെ അമ്മ എനിക്ക് എൻ്റെ പ്രമാണം എൻ്റെ കയ്യിൽ തന്നു. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കൊരു സ്വന്തമായിട്ടൊരു മൈക്ക് സെറ്റ് വേണമെന്നുള്ളത്. എൻ്റെ ഹസ്ബൻഡ് KSRTC ജോലിയായിരുന്നു. പക്ഷേ അത് താൽക്കാലികമായിരുന്നു. എന്നാലും അവർ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ
എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മൈക്ക് സെറ്റിൻ്റെ കാര്യം. 3 തവണ ഞാൻ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഞാൻ അതിന് പേര് കൊടുത്തു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ 2 വട്ടം കൊടുത്തു, റിജക്ഷനായി. 3-മത് 2 ചേച്ചിമാരുടെ പേരിൽ കൊടുത്തു, അതും പോയി. 4-മത് പരിശുദ്ധ അമ്മയുടെ പേരിട്ട് കൃപ ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന പദ്ധതിയിൽ ഞാൻ പേര് കൊടുത്തു. പരിശുദ്ധ അമ്മ ഇന്നലെ എൻ്റെ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉൾപ്പെടെ എനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടെത്തിച്ചു. ഇന്നലെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്നും പോയിട്ടുണ്ട് വർക്കിന് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് പോയിട്ടുണ്ട്. എനിക്ക് ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന എന്നെ എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും ഞങ്ങളുടെ മരണം വരെയും അമ്മ മാതാവിലും തിരുക്കുമാരനും അടിയുറച്ച് വിശ്വസിച്ചോളാമെന്ന് ഞാൻ ഉറച്ച് വാഗ്ദാനം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയോട് കോടാനുകോടി നന്ദി, സ്തുതി. അതുപോലെ തന്നെ മായാൻ്റെയും പപ്പയെക്കുറിച്ചും ഒത്തിരി പറയാനുണ്ട്. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും എനിക്ക് എല്ലാ കാര്യത്തിലും മുന്നോട്ട് നിൽക്കുന്ന അവരാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഞാനും മായാൻ്റെയും പപ്പായും കൂടിയാണ് എല്ലാ കാര്യത്തിനും പോകുന്നത്. പിന്നെ അനാഥാലയങ്ങളിൽ പോയി ഭക്ഷണം കൊടുക്കും. ഞങ്ങളുടെ അടുത്തൊരു കേറ്ററിങ് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് ഞങ്ങൾ എല്ലായിടവും കൊണ്ട് കൊടുക്കുകയും ഹോസ്പിറ്റലുകളിൽ പോയി ഫുഡ് കൊടുക്കുകയും വീട്ടിൽ വെച്ച് കൊണ്ട് കൊടുക്കുകയും പൊതിച്ചോറുണ്ടാക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ഹോസ്പിറ്റലുകളിലും വീടിനടുത്തും ഓട്ടോ സ്റ്റാൻഡിലും എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ ആത്മീയമായി ചെയ്യുന്നത് ബൈബിള് വായിക്കും. ദിവസവും ഞാനും കുഞ്ഞുങ്ങളും ഹസ്ബൻഡും കൊന്ത ചെല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. കൊന്ത ചെല്ലാൻ ഞാൻ പഠിച്ചത് തന്നെത്താനെയാണ്. ഞാൻ നേഴ്സ് കഴിഞ്ഞായിരുന്നു. 4.5 വർഷം ഞാൻ മഹാരാഷ്ട്രയിൽ ജോലി ചെയ്തായിരുന്നു. അപ്പോഴും ഞാൻ നേഴ്സിംഗ് ബോണ്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അത്രയ്ക്കും എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു. എങ്കിലും എൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാ പിള്ളേരും ക്രിസ്ത്യൻസൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഇരുന്നായിരുന്നു ഞാൻ കൊന്ത ചെല്ലാൻ പഠിച്ചത്. ഒരിക്കൽ കൂടി എന്നെ ഈ വേദിയിൽ 2-മതായി സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി, സ്തുതി, സ്തോത്രങ്ങളും അർപ്പിക്കുന്നു.